മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നമസ്കാരം. കഴിഞ്ഞ മാസത്തിൽ നാം എല്ലാം ദീപാവലി ആഘോഷിക്കുകയായിരുന്നു. എല്ലാ വർഷത്തെയും പോലെ ഇപ്രാവശ്യവും ദീപാവലിയുടെ അവസരത്തിൽ ഒരിക്കൽ കൂടി ഞാൻ ജവാന്മാർക്കൊപ്പം ദീപാവലി ആഘോഷിക്കാൻ ചീനയോട് ചേർന്നുള്ള നമ്മുടെ അതിർത്തിയിൽ പോയിരുന്നു. ITBPയുടെയും സൈന്യത്തിന്റെയും ജവാന്മാരോടൊപ്പം ഹിമാലയത്തിന്റെ ഉയരങ്ങളിൽ ദീപാവലി ആഘോഷിച്ചു. എല്ലാ പ്രാവശ്യവും പോകാറുണ്ടെങ്കിലും ഇപ്രാവശ്യത്തെ അനുഭവം ഒന്ന് വേറിട്ടത് തന്നെയായിരുന്നു. രാജ്യത്തെ 125 കോടി ജനങ്ങൾ തികഞ്ഞ പുതുമയോടെ ഈ ദീപാവലി സൈന്യത്തിലെ ജവാന്മാർക്കായി സമർപ്പിച്ചു. അതിന്റെ പ്രതിഫലനം അവിടെ എല്ലാ ജവാന്മാരുടെയും മുഖത്ത് പ്രകടമായിരുന്നു. വികാരതരളിതരായി കാണപ്പെട്ടതിനൊപ്പം ദേശവാസികൾ ശുഭാശംസകളയച്ച് തങ്ങളുടെ സന്തോഷത്തിൽ സുരക്ഷാ സൈനികരെ പങ്കാളികളാക്കിയത് വളരെ ആശ്ചര്യകരമായ പ്രതികരണമായിരുന്നു. ആളുകൾ സന്ദേശമയച്ചു എന്ന് മാത്രമല്ല, മനസ്സുകൊണ്ട് അവരുമായി ചേരുകയായിരുന്നു. ചിലർ കവിത എഴുതി, ചിലർ ചിത്രം വരച്ചു, ചിലർ കാർട്ടൂൺ വരച്ചു, ചിലർ വീഡിയോ ഉണ്ടാക്കി. അതായത് എത്രയെത്രയോ വീടുകൾ സൈനിക പോസ്റ്റുകളെ പോലെയായി മാറിയിരുന്നു. ഇപ്പോഴും ഈ കത്തുകൾ ഞാൻ കാണുമ്പോൾ എത്ര ഭാവനാസമ്പന്നവും കാഴ്ചപ്പാട് നിറഞ്ഞതുമാണെന്ന് കണ്ട് എനിക്ക് ആശ്ചര്യമാണ് തോന്നുന്നത്. അതിൽ നിന്നാണ് ചില ഇനങ്ങൾ തെരഞ്ഞെടുത്ത് സമാഹരിച്ച് ഒരു കൈപ്പുസ്തകമാക്കാൻ MyGOVയിൽ വിചാരമുണ്ടായത്. നിങ്ങളുടെ എല്ലാം സഹകരണം കൊണ്ട് അതിന്റെ പണി നടക്കുന്നു. നിങ്ങളുടെ എല്ലാം പങ്കാളിത്തം കൊണ്ട് രാജ്യത്തിലെ സൈന്യത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള സങ്കല്പങ്ങൾക്കും സുരക്ഷാ സൈന്യത്തോട് നിങ്ങൾക്കെല്ലാമുള്ള കാഴ്ചപ്പാടിനും ഇടം കൊടുത്തുകൊണ്ട് പുസ്തകം തയ്യാറാകുന്നു. ഒരു ജവാൻ എനിക്കെഴുതി, പ്രധാനമന്ത്രിജി, ഞങ്ങൾ സൈനികർക്ക് ഹോളി, ദീപാവലി തുടങ്ങിയ എല്ലാ ആഘോഷങ്ങളും അതിർത്തിയിലാണ് നടക്കുക. എല്ലാ നിമിഷങ്ങളിലും നാടിന്റെ സുരക്ഷയെന്ന ചിന്തയിൽ മുഴുകിയാണ് ഞങ്ങൾ കഴിയുക. എന്നാലും ആഘോഷാവസരങ്ങളിൽ വീടിനെക്കുറിച്ചുള്ള ഓർമ്മ വരും. എങ്കിലും സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം അതുണ്ടായില്ല. ആഘോഷമാണ്, വീട്ടിലല്ലല്ലോ എന്ന ചിന്ത ഉണ്ടായതേയില്ല. ഞങ്ങളും 125 കോടി ഭാരതീയർക്കൊപ്പം ദീപാവലി ആഘോഷിക്കുന്നു എന്ന അനുഭൂതിയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നമ്മുടെ സുരക്ഷാ സൈനികർക്കിടയിൽ, ജവാന്മാർക്കിടയിൽ ഈ ദീപാവലിക്ക് ഈ പരിതസ്ഥിതിയിലുണ്ടായ അനുഭൂതി ഇതുപോലെയുള്ള വിശേഷാവസരങ്ങളിൽ മാത്രമുണ്ടാകേണ്ടതാണോ? നാം ഒരു സമൂഹമെന്ന നിലയിൽ, രാഷ്ട്രമെന്ന നിലയിൽ നമുക്കൊരു സ്വഭാവം ഉണ്ടാകണം, ഒരു ശീലമാക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്താഘോഷമാണെങ്കിലും ഉത്സവമാണെങ്കിലും സന്തോഷാവസരമാണെങ്കിലും നമ്മുടെ രാജ്യത്തെ സൈനികരെ നാം ഏതെങ്കിലുമൊക്കെ രീതിയിൽ തീർച്ചയായും ഓർമ്മിക്കണം. രാഷ്ട്രം മുഴുവൻ സൈനികർക്കൊപ്പം നിൽക്കുമ്പോൾ സൈന്യത്തിന്റെ ശക്തി 125 കോടി മടങ്ങ് വർദ്ധിക്കുന്നു. കുറച്ചു ദിവസം മുൻപ് ജമ്മു കാശ്മീരിലെ ഗ്രാമങ്ങളിലെ പ്രധാനികളെല്ലാം കൂടി എന്നെ കാണുവാൻ വന്നു. അവർ ജമ്മു കാശ്മീർ പഞ്ചായത്ത് കോൺഫറൻസിന്റെ ആളുകളായിരുന്നു. കശ്മീർ താഴ്വരയിലെ ഓരോരോ ഗ്രാമങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഏകദേശം 40-50 പേരുണ്ടായിരുന്നു. അവരുമായി കുറച്ചധികം സമയം സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടി. അവർ അവരുടെ ഗ്രാമവികസനവുമായി ചേർന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളുമായാണ് എത്തിയത്. എന്നാൽ സംസാരം പുരോഗമിച്ചപ്പോൾ താഴ്വരയിലെ സ്ഥിതിഗതികൾ, നിയമവ്യവസ്ഥ, കുട്ടികളുടെ ഭാവി തുടങ്ങിയ കാര്യങ്ങളെല്ലാം കടന്നുവന്നത് തികച്ചും സ്വാഭാവികമായിരുന്നു. വളരെ സ്നേഹമായി, തുറന്ന മനസ്സോടെ ആ ഗ്രാമപ്രധാനികൾ സംസാരിച്ചു. എല്ലാ കാര്യങ്ങളും എന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നവയായിരുന്നു. സംസാരത്തിനിടയിൽ കശ്മീരിൽ കത്തിച്ചു കളഞ്ഞ സ്കൂളുകളുടെ കാര്യവും കടന്നുവന്നു. നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെയുള്ള വേദന ആ ഗ്രാമപ്രധാനികൾക്കുമുണ്ടായിരുന്നു. അവരും പറഞ്ഞത് സ്കൂളുകളല്ല, കുട്ടികളുടെ ഭാവിയാണ് എരിച്ചു കളഞ്ഞത് എന്നാണ്. നിങ്ങൾ പോയി ആ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ശ്രദ്ധിക്കൂ എന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിച്ചു. കശ്മീർ താഴ്വരയിൽ നിന്ന് വന്ന ആ ഗ്രാമപ്രധാനികളെല്ലാം തന്നെ എനിക്കു നൽകിയ വാക്ക് പൂർണ്ണമായും പാലിച്ചു എന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവർ ഗ്രാമത്തിൽ പോയി ദൂരെയുള്ള ആൾക്കാരെ പോലും ജാഗരൂകരാക്കി. അല്പദിവസങ്ങൾക്ക് മുൻപ് കശ്മീരിൽ ബോർഡ് പരീക്ഷ നടന്നപ്പോൾ അവിടുത്തെ കുട്ടികൾ ഏകദേശം 95% പേർ
പരീക്ഷയിൽ പങ്കെടുത്തു. ബോർഡ് പരീക്ഷയിൽ ഇത്രയധികം കുട്ടികൾ പങ്കെടുക്കുന്നത് ജമ്മു കശ്മീരിലെ നമ്മുടെ കുട്ടികൾ ഉജ്ജ്വലമായ ഭാവിക്ക് വേണ്ടി വിദ്യാഭ്യാസത്തിലൂടെ വികസനത്തിന്റെ പുതിയ ഉയരങ്ങൾ താണ്ടാൻ ദൃഢനിശ്ചയം ചെയ്തവരാണെന്നാണ് സൂചിപ്പിക്കുന്നത്. അവരുടെ ഈ ഉത്സാഹത്തിന് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം അവരുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും അവരുടെ അധ്യാപകരെയും എല്ലാ ഗ്രാമപ്രധാനികളെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഇപ്രാവശ്യം ഞാൻ മൻ കി ബാത്തിനായി നിർദ്ദേശങ്ങൾ ക്ഷണിച്ചപ്പോൾ വളരെയേറെ നിർദ്ദേശങ്ങൾ വന്നു. 500, 1000 നോട്ടുകളെക്കുറിച്ച് വിശദമായി പറയണമെന്നായിരുന്നു എല്ലാവരുടെയും അഭിപ്രായം. നവംബർ 8 രാത്രി 8 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ രാജ്യത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ മഹത്തായ ഒരു നീക്കം ആരംഭിക്കുകയാണെന്ന് ഞാൻ പറയുകയുണ്ടായി. ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് നിങ്ങളുടെ മുൻപിൽ വെച്ചപ്പോൾ തന്നെ ഈ തീരുമാനം ഒരു സാധാരണ തീരുമാനമല്ലെന്നും ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണെന്നും പറയുകയുണ്ടായി. എത്രത്തോളം പ്രധാനപ്പെട്ട കാര്യമാണോ അത്ര തന്നെ പ്രാധാന്യത്തോടെ അത് നടപ്പാക്കുകയും വേണം. നമ്മുടെ സാധാരണ ജീവിതത്തിൽ തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഈ തീരുമാനത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് പുറത്തു വരാൻ 50 ദിവസം വേണ്ടിവരുമെന്നും അത്രയ്ക്ക് വലിയ തീരുമാനമാണെന്നും ഞാൻ പറഞ്ഞിരുന്നു. ഈ 50 ദിവസത്തിന് ശേഷമേ സാധാരണ നിലയിലേക്ക് നമുക്ക് മടങ്ങാനാകൂ എന്നും ഞാൻ പറഞ്ഞു. 70 വർഷങ്ങളായി ഏതൊരു രോഗത്തെയാണോ നാം അനുഭവിച്ചു പോരുന്നത്, ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നീക്കം ലളിതമാവില്ല. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എനിക്ക് നന്നായി മനസ്സിലാകും. എന്നാൽ നിങ്ങളെ വഴിതെറ്റിക്കാൻ വളരെയേറെ ശ്രമങ്ങൾ നടക്കുമ്പോൾ, ചിലപ്പോഴൊക്കെ മനസ്സിനെ പിടിച്ചുകുലുക്കുന്ന സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെടുമ്പോഴും നിങ്ങളുടെ പിന്തുണയും സഹകരണവും കാണുമ്പോൾ നിങ്ങൾ സത്യത്തെ ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ടെന്നും രാജ്യനന്മ ലാക്കാക്കിയുള്ള ഈ സംരംഭത്തെ നിങ്ങൾ ശരിയായി സ്വീകരിച്ചിരിക്കുന്നുവെന്നും ഞാൻ മനസ്സിലാക്കുന്നു. 500ന്റെയും 1000ന്റെയും നോട്ടുകൾ, ഇത്രയും വലിയ രാജ്യം, ഇത്രയും അധികം കറൻസികൾ, കോടിക്കണക്കായ നോട്ടുകളും ഈ തീരുമാനവും ലോകമാകെ ശ്രദ്ധയോടെ കാണുകയാണ്. എല്ലാ സാമ്പത്തിക വിദഗ്ധരും ഇതിനെ വിശകലനം ചെയ്യുകയാണ്, വിലയിരുത്തുകയാണ്. ഭാരതത്തിലെ 125 കോടി ജനങ്ങൾ ബുദ്ധിമുട്ടുകൾ സഹിച്ച് വിജയം നേടുമോ എന്ന് നോക്കുകയാണ്. ലോകത്തിന്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമുണ്ടാകാം. ഭാരതത്തിലെ 125 കോടി ജനങ്ങളോട് തികഞ്ഞ ആദരവാണെനിക്ക്. ഈ തീരുമാനം വിജയിക്കുമെന്ന് തികഞ്ഞ വിശ്വാസമുണ്ട്. നമ്മുടെ രാജ്യം സ്വർണം പോലെ മാറ്റി തെളിയിക്കും. അതിനുത്തരവാദി ഇവിടുത്തെ പൗരന്മാരാണ്, നിങ്ങൾ ഓരോരുത്തരുമാണ്. വിജയത്തിലേക്കുള്ള ഈ വഴി തെളിയിക്കാനായതുപോലും നിങ്ങൾ കാരണമാണ്. രാജ്യമെങ്ങും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ ഘടകങ്ങളും 1,30,000 ബാങ്ക് ശാഖകളും ലക്ഷക്കണക്കിന് ബാങ്ക് ഉദ്യോഗസ്ഥരും 1.5 ലക്ഷത്തിലധികം പോസ്റ്റ് ഓഫീസുകളും 1 ലക്ഷത്തിലധികം ബാങ്ക് സുഹൃത്തുക്കളും രാപ്പകൽ ഈ കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. തികഞ്ഞ സമർപ്പണത്തോടെ പ്രവർത്തിക്കുകയാണ്. പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾക്കിടയിൽ ഇവരെല്ലാം വളരെ ശാന്തചിത്തരായി ഇതിനെ ഒരു ദേശസേവന യജ്ഞമായി കണക്കാക്കി, ഒരു മഹത്തായ മാറ്റത്തിനുള്ള ശ്രമമായി കണക്കാക്കി പ്രവർത്തന നിരതരാണ്. രാവിലെ ആരംഭിച്ച് രാത്രി എത്തിയപ്പോൾ പൂർത്തിയാകുന്നു എന്നറിയുക പോലും ചെയ്യാതെ ജോലി ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഭാരതം ഈ ശ്രമത്തിൽ വിജയിക്കുമെന്ന് വ്യക്തമായി കാണാനാകുന്നുണ്ട്. ഇത്രയും ബുദ്ധിമുട്ടിനെല്ലാം ഇടയിലും ബാങ്കിലെയും പോസ്റ്റ് ഓഫീസിലെയും ഉദ്യോഗസ്ഥരെല്ലാം ജോലി ചെയ്യുന്നു. മനുഷ്യത്വത്തിന്റെ കാര്യം വന്നാൽ അവർ 2 അടി മുന്നിലാണെന്നാണ് കാണുന്നത്. ഖംഡ്വായിൽ ഒരു വയോധികന് അപകടം സംഭവിച്ചു. പെട്ടെന്ന് പണത്തിന്റെ ആവശ്യം വന്നു. അവിടുത്തെ ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം പെട്ടപ്പോൾ അദ്ദേഹം സ്വയം ആ വയോധികന്റെ വീട്ടിൽ ചെന്ന് ചികിത്സയുടെ ആവശ്യത്തിന് പണം എത്തിച്ചു കൊടുത്തു എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇതുപോലെയുള്ള അസംഖ്യം കഥകൾ ദിവസേന ടിവിയിലും മാധ്യമങ്ങളിലും പത്രങ്ങളിൽ നിന്നും പലരോടും സംസാരിക്കുന്നതിലൂടെയും എനിക്കറിയാനാകുന്നു. ഈ മഹത്തായ യജ്ഞത്തിൽ പരിശ്രമിക്കുന്ന, പുരുഷാർത്ഥമർപ്പിക്കുന്ന ഈ സുഹൃത്തുക്കളോടെല്ലാം ഞാൻ ഹൃദയപൂർവ്വം നന്ദി വ്യക്തമാക്കുന്നു. വെല്ലുവിളിയെ നേരിട്ട് മുന്നേറുമ്പോഴാണ് ശക്തി തിരിച്ചറിയാനാകുന്നത്. പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥർ അതെങ്ങനെ സ്വന്തം ഉത്തരവാദിത്വമായി ഏറ്റെടുത്തുവെന്നും 70 വർഷങ്ങളിൽ നടക്കാത്ത കാര്യം ചെയ്തു കാണിച്ചുവെന്നതും എനിക്ക് നന്നായി ഓർമ്മയുണ്ട്.
അവരുടെ മിടുക്ക് അവർ പ്രകടമാക്കി. ഇപ്പോൾ ഒരിക്കൽ കൂടി ഒരു വെല്ലുവിളി കൂടി അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. 125 കോടി ഭാരതവാസികളുടെ ദൃഢനിശ്ചയം, എല്ലാവരുടെയും ഒത്തുചേർന്നുള്ള മനസ്സർപ്പിച്ചുള്ള പ്രയത്നം ഈ രാഷ്ട്രത്തെ ഒരു പുതിയ ശക്തിയായി മുന്നോട്ട് നയിക്കും എന്ന് എനിക്ക് തികഞ്ഞ വിശ്വാസമുണ്ട്. ഇന്നും ചില ആളുകളുടെ ദുസ്വഭാവം വിട്ടുപോകാത്ത വിധം വ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോഴും ചില ആളുകൾക്ക് തോന്നുന്നത് അഴിമതിയുടെ പണം, ഈ കള്ളപ്പണം, ഈ കണക്കിൽപ്പെടാത്ത പണം, ഈ ബിനാമി പണം എന്തെങ്കിലുമൊക്കെ വഴി കണ്ടെത്തി വീണ്ടും സാമ്പത്തിക മേഖലയിൽ തിരിച്ചു കൊണ്ടുവരണമെന്നാണ്. അവർ തങ്ങളുടെ പണം കാക്കാനുള്ള ശ്രമത്തിൽ നിയമവിരുദ്ധമായ മാർഗങ്ങൾ അന്വേഷിക്കുന്നു. ഇതിലും അവർ ദരിദ്രരെ ഉപയോഗിക്കാനുള്ള മാർഗമാണ് തിരഞ്ഞെടുക്കുന്നതെന്നാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ദരിദ്രരെ വഴിതെറ്റിച്ച്, പ്രലോഭിപ്പിച്ച്, അവരുടെ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച്, അതല്ലെങ്കിൽ അവരെക്കൊണ്ട് മറ്റെന്തെങ്കിലും ചെയ്യിപ്പിച്ച് കള്ളപ്പണത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയാണ്. ഇന്നെനിക്ക് അവരോട് പറയാനുള്ളത് ഇതാണ്: തിരുത്തുക. തിരുത്താതിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം. നിയമം പാലിക്കുകയോ പാലിക്കാതിരിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം. എന്തു ചെയ്യണമെന്ന് നിയമം നോക്കിക്കൊള്ളും. പക്ഷേ ദയവായി ദരിദ്രരുടെ ജീവിതവുമായി കളിക്കാതിരിക്കൂ. രേഖകളിൽ ദരിദ്രന്റെ പേര് വരികയും പിന്നീട് അന്വേഷണം വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ പാപം കാരണം ബുദ്ധിമുട്ടിലാവുകയും ചെയ്യുന്ന സ്ഥിതി വരുന്ന പ്രവൃത്തിയൊന്നും ചെയ്യരുത്. നടപ്പിലാക്കുന്ന ബിനാമി സമ്പത്തിന്റെ കാര്യത്തിലുള്ള നിയമം വളരെ ബുദ്ധിമുട്ടിക്കുന്നതാകും. ദേശവാസികളെ ബുദ്ധിമുട്ടിക്കണമെന്ന് സർക്കാരിന് ആഗ്രഹമില്ല. മധ്യപ്രദേശിൽ നിന്ന് ശ്രീ ആശിഷ് 500,000 രൂപകൾക്കെതിരെ ആരംഭിച്ചിരിക്കുന്ന യുദ്ധത്തിനെ ടെലിഫോൺ ചെയ്ത് പ്രശംസിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു: സർ നമസ്തേ, എന്റെ പേര് ആശിഷ് പാരെ എന്നാണ്. മധ്യപ്രദേശ് ഹർദ ജില്ലയിലെ തിരാലി താലൂക്കിലെ തിരാലി ഗ്രാമത്തിൽ നിന്നാണ്. അങ്ങ് 500,000 രൂപ നോട്ടുകൾ നിരോധിച്ചത് വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ്. ആളുകൾക്ക് അസൗകര്യങ്ങളുണ്ടെങ്കിലും രാഷ്ട്രത്തിന്റെ ഉന്നതിക്കായുള്ള ഈ കടുത്ത ചുവടുവയ്പ്പിനെ സ്വാഗതം ചെയ്തതുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ മൻ കി ബാത്തിൽ പറയണം. അതിലൂടെ ആളുകൾക്ക് ഉത്സാഹമുണ്ടാകും. രാഷ്ട്രനിർമ്മാണത്തിന് നോട്ടില്ലാത്ത ക്യാഷ്ലെസ് സമ്പദ് വ്യവസ്ഥ വളരെ അത്യാവശ്യമാണ്. ഇക്കാര്യത്തിൽ ഞാൻ രാജ്യത്തിനൊപ്പമാണ്. അങ്ങ് 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പിൻവലിച്ച നടപടിയിൽ വളരെ സന്തോഷമുണ്ട്. ഇതുപോലെ ഒരു ഫോൺ കർണാടകയിലെ ശ്രീ ഏലപ്പ വേലാങ്കറിൽ നിന്ന് കിട്ടുകയുണ്ടായി. മോദിജി നമസ്തേ, ഞാൻ കർണാടകയിലെ കോപ്പൽ ജില്ലയിലെ കോപ്പൽ ഗ്രാമത്തിൽ നിന്നുള്ള ഏലപ്പ വേലാങ്കറാണ്. അങ്ങേക്ക് മനസ്സുകൊണ്ട് നന്ദിയേകാൻ ആഗ്രഹിക്കുന്നു. കാരണം അങ്ങ് അച്ഛേ ദിൻ ആയേഗ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയൊരു വലിയ ചുവടുവയ്പ് നടത്തുമെന്ന് ആരും വിചാരിച്ചില്ല. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പിൻവലിച്ച് കള്ളപ്പണക്കാരെയും അഴിമതിക്കാരെയും നല്ല പാഠം പഠിപ്പിച്ചു. എല്ലാ ഭാരത പൗരനും ഇതിലും നല്ല ദിനം വരാനില്ല. ഇക്കാര്യത്തിൽ അങ്ങേക്ക് ഹൃദയം നിറഞ്ഞ നന്ദി വ്യക്തമാക്കുന്നു. ചില കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ, ആളുകളിലൂടെ, സർക്കാരുമായി ബന്ധപ്പെട്ട വഴികളിലൂടെ അറിയാനാകുമ്പോൾ ജോലി ചെയ്യാനുള്ള ഉത്സാഹം വർദ്ധിക്കുന്നു. വളരെ സന്തോഷമുണ്ടാകുന്നു. എന്റെ രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് അത്ഭുതകരമായ കഴിവുണ്ടെന്ന് കണ്ട് വളരെ സന്തോഷം തോന്നുന്നു. മഹാരാഷ്ട്രയിലെ അകോലയിൽ നാഷണൽ ഹൈവേ 6-ൽ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ ഒരു വലിയ ബോർഡ് വെച്ചിരിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ പഴയ നോട്ടുണ്ടായിരിക്കെ നിങ്ങൾ ആഹാരം കഴിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ പണത്തെക്കുറിച്ച് വേവലാതിപ്പെടാതിരിക്കൂ. വിശന്നു പോകാതെ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് തന്നെ പോകൂ. പിന്നീട് എപ്പോഴെങ്കിലും ഈ വഴിയിലൂടെ പോകാൻ അവസരമുണ്ടായാൽ തീർച്ചയായും പണം തന്നിട്ട് പോകണം. ആളുകൾ ഇവിടെ വന്നു പോകുന്നു, ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നു. 2-4 ദിവസത്തിന് ശേഷം അതുവഴി പോകുമ്പോൾ പണം കൊടുത്തിട്ട് പോവുകയും ചെയ്യുന്നു. ഇതാണ് എന്റെ നാടിന്റെ ശക്തി. സേവന മനോഭാവമുണ്ട്, ത്യാഗമനോഭാവമുണ്ട്, വിശ്വാസവുമുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് ചായ് പർ ചർച്ച എന്നൊരു പരിപാടി നടത്തി. അത് ലോകമെങ്ങും അറിഞ്ഞു. ലോകത്തിലെ പല രാജ്യങ്ങളിലുമുള്ള ആളുകൾ ചായ് പർ ചർച്ച എന്ന് പറയാനും പഠിച്ചു. പക്ഷേ ചായ് പർ ചർച്ചയിൽ കല്യാണവും നടക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. നവംബർ 17-ന് സൂറത്തിൽ ചായ് പർ ചർച്ചയുമായി ഒരു കല്യാണം നടന്നതായി എനിക്കറിയാൻ കഴിഞ്ഞു. ഗുജറാത്തിലെ സൂറത്തിൽ ഒരു പെൺകുട്ടി അവളുടെ കല്യാണത്തിനെത്തിയവർക്കെല്ലാം ചായ മാത്രം കൊടുത്തു. ഘോഷയാത്രയൊന്നും നടത്തിയില്ല.
ആഹാരപരിപാടികളൊന്നുമില്ലായിരുന്നു. കാരണം നോട്ടുകൾ പിൻവലിച്ചതിനാൽ പണത്തിന് അല്പം ബുദ്ധിമുട്ടുണ്ടായി. വരന്റെ കൂട്ടരും ഇതിനെ ബഹുമാനത്തോടെ സ്വീകരിച്ചു. സൂറത്തിലെ ഭരത് മാരൂരും ദക്ഷ പർമാറും തങ്ങളുടെ വിവാഹത്തിലൂടെ അഴിമതിക്കെതിരെ, കള്ളപ്പണത്തിനെതിരെ നടത്തുന്ന ഈ യുദ്ധത്തിൽ അവരുടെ മഹത്തായ പങ്കുവഹിച്ചു എന്നത് തന്നെ പ്രേരണാദായകമാണ്. നവവധൂവരന്മാരായ ഭരത്തിനും ദക്ഷയ്ക്കും ഞാൻ മനം നിറഞ്ഞ് ആശീർവാദമേകുന്നു. വിവാഹാവസരവും ഇതുപോലെയൊരു മഹായജ്ഞത്തിന്റെ ഭാഗമാക്കി ഒരു പുതിയ അവസരമാക്കി മാറ്റിയതിൽ വളരെയേറെ അഭിനന്ദനങ്ങൾ. ഒരു വിഷമസന്ധിയിൽ ആളുകൾ മികച്ച വഴികളാണ് കണ്ടെത്തുന്നത്. ഞാൻ ഒരു ദിവസം രാത്രി വളരെ വൈകിയെത്തി TV ന്യൂസ് കാണുകയായിരുന്നു. അസമിൽ ധക്കിയ ജൂലി എന്നൊരു ഗ്രാമമുണ്ട്. തേയിലത്തോട്ടത്തിലെ ജോലിക്കാരാണ് അവിടെയുള്ളത്. അവർക്ക് ആഴ്ചക്കണക്കിനാണ് പണം കിട്ടുക. 2000-ന്റെ നോട്ട് കിട്ടിയപ്പോൾ അവരെന്തു ചെയ്തു? അടുത്തും അയൽപക്കത്തുമുള്ള 4 സ്ത്രീകൾ ഒത്തുകൂടി 4 പേരും ഒരുമിച്ച് പോയി സാധനങ്ങൾ വാങ്ങി 2000 രൂപയുടെ നോട്ട് കൊടുത്തു. അവർക്ക് ചെറിയ നോട്ടുകളുടെ ആവശ്യം വന്നില്ല. കാരണം 4 പേരും ചേർന്നാണ് സാധനങ്ങൾ വാങ്ങിയത്. അടുത്തയാഴ്ച കാണുമ്പോൾ അതിന്റെ കണക്ക് നോക്കാം എന്ന് തീരുമാനിച്ചു. ആളുകൾ തങ്ങളുടേതായ വഴികൾ കണ്ടെത്തുകയാണ്. ഈ മാറ്റം കണ്ടില്ലേ? അസാം തേയിലത്തോട്ടത്തിലെ ആളുകൾ അവിടെ ATM വേണമെന്ന് ആവശ്യപ്പെടുന്നുവെന്ന് സന്ദേശമെത്തി. ഗ്രാമജീവിതത്തിലും എങ്ങനെയാണ് മാറ്റം വരുന്നതെന്ന് കണ്ടില്ലേ? ഈ നീക്കത്തിൽ ചില ആളുകൾക്ക് ഉടനടി നേട്ടമുണ്ടായി. രാജ്യത്തിന് വരും നാളുകളിലാണ് നേട്ടമുണ്ടാകാൻ പോകുന്നത്. പക്ഷെ ചിലർക്ക് ഉടൻ നേട്ടമുണ്ടായി. ചില കണക്കുകൾ ചോദിച്ചു. എന്തായി എന്ന് തിരക്കിയപ്പോൾ ചെറിയ ചെറിയ നഗരങ്ങളിലെ ചില വിവരങ്ങൾ കിട്ടി. ഏകദേശം 40-50 നഗരങ്ങളിൽ നിന്ന് കിട്ടിയ വിവരം ഇതാണ്. നോട്ടുകൾ പിൻവലിച്ചത് കാരണം അവരുടെ കയ്യിൽ അവശേഷിച്ച രൂപയെല്ലാം പുറത്തെടുക്കേണ്ടതായി വന്നു. പലർക്കും വെള്ളക്കരവും വൈദ്യുതിയുടെ ചാർജുമൊക്കെ അടയ്ക്കാനുണ്ടായിരുന്നു. പാവങ്ങളുടെ ശീലം 2 നാൾ മുന്നേ കൂട്ടി അവരടയ്ക്കാനുള്ള തുകയെല്ലാം അടച്ചു തീർക്കുന്നു എന്നതാണ്. ബന്ധങ്ങളുള്ള വലിയ ആളുകൾ, തങ്ങളോട് ആരും ചോദിക്കാൻ വരില്ലെന്ന് കരുതുന്നവർ, അവരാണ് കൃത്യമായി പണം അടയ്ക്കാത്തത്. അവരുടെ കുടിശ്ശിക വളരെയധികം ബാക്കിയുണ്ടാകും. എല്ലാ മുനിസിപ്പാലിറ്റികളിലും 50% കരം വന്നെങ്കിലായി. എന്നാൽ ഇപ്രാവശ്യം 8-ാം തീയതിയിലെ ഈ തീരുമാനം കാരണം എല്ലാവരും തങ്ങളുടെ പഴയ നോട്ടുകളെല്ലാം അടച്ചു തീർക്കാൻ ഓടിയെത്തി. 47 നഗരങ്ങളിൽ കഴിഞ്ഞ വർഷം ഈ സമയം 3000-3500 കോടി കരം അടയ്ക്കപ്പെട്ടിരുന്നു. നിങ്ങൾക്കിത് കേട്ടാൽ ആശ്ചര്യവും സന്തോഷവും തോന്നും. ഈ ആഴ്ച 13,000 കോടിയാണ് കരമായി പിരിഞ്ഞു കിട്ടിയത്. 3000-3500 കോടി എവിടെ? 13,000 കോടി എവിടെ? അതും നേരിട്ട് ചെന്നടച്ചത്. ആ മുനിസിപ്പാലിറ്റികളിൽ 4 ഇരട്ടി പണം എത്തിയതുകൊണ്ട് സ്വാഭാവികമായും ദരിദ്രരുടെ ചേരികളിൽ കുണ്ടും കുഴിയുമെല്ലാം അടയ്ക്കപ്പെടും. വെള്ളത്തിനുള്ള ഏർപ്പാടുണ്ടാകും. അംഗനവാടിക്കുള്ള ഏർപ്പാടുണ്ടാകും. ഇതിന്റെ നേരിട്ടുള്ള പ്രഭാവം കാണാനാകുന്ന ഇതുപോലെയുള്ള അനേകം ഉദാഹരണങ്ങൾ ഇനിയുമുണ്ടാകും. സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ഗ്രാമങ്ങൾ, നമ്മുടെ കർഷകർ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥിതിയുടെ ബലമുള്ള അച്ചുതണ്ടാണ്. ഒരു വശത്ത് സാമ്പത്തിക വ്യവസ്ഥിതിയിലെ ഈ പുതിയ മാറ്റം കാരണം ബുദ്ധിമുട്ടുകൾക്കിടയിൽ എല്ലാ പൗരന്മാരും അതിനോട് പൊരുത്തപ്പെടുകയാണ്. എന്നാൽ ഇന്ന് ഞാൻ ഈ നാട്ടിലെ കർഷകരെ വിശേഷാൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കൃഷി വിതയ്ക്കലിന്റെ കണക്കെടുക്കുകയായിരുന്നു. ഗോതമ്പാണെങ്കിലും പയറുവർഗ്ഗങ്ങളാണെങ്കിലും എണ്ണക്കുരുക്കളാണെങ്കിലും നവംബർ 20-ാം തീയതി വരെയുള്ള കണക്ക് പ്രകാരം വിത്തിറക്കുന്നതിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെയധികം വർധനവുണ്ടായിട്ടുണ്ട്. ബുദ്ധിമുട്ടുകൾക്കിടയിലും കർഷകർ വഴി കണ്ടെത്തുന്നുണ്ട്. സർക്കാർ പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. അതിൽ കർഷകർക്കും ഗ്രാമങ്ങൾക്കും മുൻഗണന കൊടുത്തിട്ടുണ്ട്. എന്നാലും ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രാകൃതികമായ ബുദ്ധിമുട്ടുകളാണെങ്കിലും സഹിച്ചുകൊണ്ട് തന്നെ ഉറച്ച നിലകൊണ്ടിട്ടുണ്ട്. ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുകയുമാണ്. നമ്മുടെ രാജ്യത്തെ ചെറുകിട കച്ചവടക്കാർ തൊഴിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സാമ്പത്തിക കൊടുക്കൽ വാങ്ങലുകൾ വർദ്ധിപ്പിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ബജറ്റിൽ ഞങ്ങൾ ഒരു പ്രധാന തീരുമാനമെടുക്കുകയുണ്ടായി. വലിയ വലിയ മാളുകളിലെ പോലെ ഗ്രാമങ്ങളിലെ ചെറിയ ചെറിയ കച്ചവടക്കാർക്കും ഇപ്പോൾ 24 മണിക്കൂറും കച്ചവടം നടത്താം. നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ല. കാരണം എന്റെ അഭിപ്രായത്തിൽ വലിയ വലിയ മാളുകൾക്ക് 24 മണിക്കൂർ കിട്ടുമ്പോൾ ഗ്രാമത്തിലെ ദരിദ്രനായ കടക്കാരന് എന്തുകൊണ്ടത് കിട്ടിക്കൂടാ? മുദ്രാ പദ്ധതി പ്രകാരം
അവർക്ക് വായ്പ കൊടുക്കുന്ന കാര്യത്തിൽ എടുത്തു പറയാവുന്ന പുരോഗതിയുണ്ടായിട്ടുണ്ട്. മുദ്രാ പദ്ധതി പ്രകാരം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇതുപോലെയുള്ള ചെറുകിടക്കാർക്ക് നൽകുകയുണ്ടായി. കാരണം കോടിക്കണക്കിന് ആളുകളാണ് ഈ ചെറിയ കച്ചവടങ്ങൾ നടത്തുന്നത്, കോടിക്കണക്കിന് രൂപയുടെ വ്യാപാരത്തിന് ഗതിവേഗമേകുന്നത്. പക്ഷേ ഈ തീരുമാനപ്രകാരം അവർക്കും ബുദ്ധിമുട്ടുണ്ടാവുക സ്വാഭാവികമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മളുടെ ഈ ചെറിയ ചെറിയ കച്ചവടക്കാരും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മൊബൈൽ ആപ്പ് വഴി, മൊബൈൽ ബാങ്കിംഗ് വഴി, ക്രെഡിറ്റ് കാർഡിലൂടെ തങ്ങളുടേതായ രീതി അവലംബിച്ച് ഉപഭോക്താക്കളെ സേവിക്കുന്നു. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലും കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ഈ ചെറുകിട കച്ചവടക്കാരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്കും ഡിജിറ്റൽ ലോകത്തേക്ക് പ്രവേശിക്കാനുള്ള അവസരമാണ് ഇതെന്നാണ്. നിങ്ങളും മൊബൈൽ ഫോണിൽ ബാങ്കുകളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ POS മെഷീൻ വയ്ക്കൂ. നോട്ടില്ലാതെ എങ്ങനെ കച്ചവടം നടത്താമെന്ന് നിങ്ങളും പഠിക്കൂ. വലിയ വലിയ മാളുകൾ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തങ്ങളുടെ വ്യാപാരം വർദ്ധിപ്പിക്കുന്നത് പോലെ ഒരു ചെറിയ കച്ചവടക്കാരനും ഉപയോഗിക്കാൻ എളുപ്പമായ സാങ്കേതികവിദ്യയിലൂടെ അയാളുടെ കച്ചവടം വർദ്ധിപ്പിക്കാൻ സാധിക്കും. കുഴപ്പത്തിന്റെ പ്രശ്നമേയില്ല. കച്ചവടം വളർത്താനുള്ള അവസരമാണിത്. നോട്ടില്ലാത്ത ഒരു സമൂഹ നിർമ്മിതിക്കായി നിങ്ങൾക്ക് വലിയ സംഭാവനകൾ നൽകാനാകും. അതിനായി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങളുടെ വ്യാപാരം വർദ്ധിപ്പിക്കാൻ മൊബൈൽ ഫോണിലേക്ക് ബാങ്കിംഗ് സംവിധാനത്തെ മുഴുവൻ കൊണ്ടുവരാൻ സാധിക്കും. കച്ചവടം നടത്താൻ ഇന്ന് നോട്ടല്ലാതെയും വളരെയേറെ മാർഗങ്ങളുണ്ട്. സാങ്കേതികവിദ്യയുടെ വഴിയാണ്, സുരക്ഷിതമാണ്, വേഗത്തിൽ സാധിക്കാവുന്നതുമാണ്. ഈ നീക്കത്തെ വിജയിപ്പിക്കാൻ സഹായിക്കൂ. ഇത്രമാത്രമല്ല, മാറ്റത്തിന് നേതൃത്വം നൽകൂ. നിങ്ങൾക്ക് മാറ്റത്തിന് നേതൃത്വം വഹിക്കാനാകുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഗ്രാമത്തിലെ മുഴുവൻ കച്ചവടത്തിലും ഈ സാങ്കേതിക വിദ്യയെ നടപ്പിൽ വരുത്താനാകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. തൊഴിലാളി സഹോദരീ സഹോദരന്മാരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ വളരെയേറെ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കടലാസിലൊരു കൂലിയും കയ്യിൽ കിട്ടുന്നത് മറ്റൊന്നുമായിരുന്നു. ചിലപ്പോൾ കൂലി മുഴുവൻ കിട്ടിയാലും പുറത്ത് അതിന്റെ പങ്കുപറ്റാൻ ചിലർ നിൽക്കുന്നുണ്ടാകും. തൊഴിലാളികൾ ഈ ചൂഷണത്തെ നിവൃത്തിയില്ലാതെ തങ്ങളുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമായി കണക്കാക്കിപ്പോന്നു. ഈ പുതിയ സംവിധാനത്തിലൂടെ നാം ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാകണമെന്നും കൂലിപ്പണം നിങ്ങളുടെ ബാങ്കിൽ നിക്ഷേപിക്കപ്പെടണമെന്നുമാണ്. അതിലൂടെ കുറഞ്ഞ കൂലി സംബന്ധിച്ച നിബന്ധന പാലിക്കപ്പെടും. നിങ്ങൾക്ക് കുറവ് വരുത്താതെ മുഴുവൻ കൂലിയും കിട്ടണം. നിങ്ങളെ ആരും ചൂഷണം ചെയ്യാനിടയാകരുത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ചെറിയ മൊബൈൽ ഫോണിൽ കച്ചവടകാര്യങ്ങൾ നടത്താം. വലിയ സ്മാർട്ട് ഫോണിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ മൊബൈൽ ഫോണിന് പേഴ്സിന്റെ കർമ്മം നിർവഹിക്കാനാകും. നിങ്ങൾക്ക് ആ മൊബൈൽ ഫോണിലൂടെ തന്നെ അടുത്തുള്ള ചെറിയ ചെറിയ കടകളിൽ നിന്നും എന്തുതന്നെ വാങ്ങണമെങ്കിലും വാങ്ങാം. അതിലൂടെ പണവും നൽകാം. അതുകൊണ്ട് തൊഴിലാളി സഹോദരീ സഹോദരന്മാരോട് ഈ പദ്ധതിയിൽ ചേരാൻ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇത്രയും വലിയൊരു തീരുമാനം ഞാൻ എടുത്തത് പാവങ്ങൾക്കും കർഷകർക്കും തൊഴിലാളികൾക്കും നിഷേധിക്കപ്പെട്ടവർക്കും കഷ്ടപ്പെടുന്നവർക്കും വേണ്ടിയാണ്. ഇതിന്റെ നേട്ടം അവർക്കും കിട്ടണം. ഇന്ന് ഞാൻ യുവാക്കളോട് വിശേഷാൽ ചിലത് പറയാൻ ആഗ്രഹിക്കുന്നു. 65% ജനങ്ങൾ 35 വയസ്സിലും കുറഞ്ഞവരാണെന്ന് നാം ലോകത്തോട് കൊട്ടിഘോഷിക്കുന്നു. നിങ്ങൾ എന്റെ രാജ്യത്തിലെ യുവതീ യുവാക്കൾക്ക് എന്റെ തീരുമാനം ഇഷ്ടപ്പെട്ടു എന്നെനിക്കറിയാം. ഈ തീരുമാനത്തെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്നും എനിക്കറിയാം. ഈ കാര്യത്തെ പ്രയോജനപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ വളരെ പങ്കുവഹിക്കുമെന്നും എനിക്കറിയാം. സുഹൃത്തുക്കളെ, നിങ്ങൾ എന്റെ യഥാർത്ഥ സൈനികരാണ്, എന്റെ നല്ല സുഹൃത്തുക്കളാണ്. മാതൃഭാരതത്തെ സേവിക്കാനുള്ള ഒരാശ്ചര്യകരമായ അവസരമാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. രാജ്യത്തെ സാമ്പത്തിക ഔന്നത്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരമാണിത്. എന്റെ യുവാക്കളെ, നിങ്ങൾക്കെന്നെ സഹായിക്കാനാകുമോ? എന്റെ കൂടെ നിന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല. പുതിയ ലോകത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ളിടത്തോളം അനുഭവം പഴയ തലമുറയ്ക്കില്ല. നിങ്ങളുടെ കുടുംബത്തിൽ ജ്യേഷ്ഠന്മാർക്കോ അച്ഛനമ്മമാർക്കോ അപ്പച്ചി ചിറ്റപ്പനോ അമ്മാവൻ അമ്മാവിക്കോ ഒക്കെ കാര്യം അറിയില്ലായിരിക്കാം. ആപ്പ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഓൺലൈൻ ബാങ്കിംഗ് എന്താണെന്നറിയാം. ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് എങ്ങനെയാണ് എന്നെല്ലാം അറിയാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം സാധാരണ കാര്യമാണ്. നിങ്ങളത് ഉപയോഗിക്കുന്നു. എന്നാൽ ഇന്ന് രാജ്യം നോട്ടില്ലാത്ത ഒരു സമൂഹ നിർമ്മിതി എന്ന ഒരു മഹാകാര്യമാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. 100% നോട്ടില്ലാത്ത ഒരു സമൂഹം സാധ്യമല്ല എന്നത് ശരി തന്നെയാണ്. പക്ഷേ കുറച്ച് നോട്ട് ഉപയോഗിക്കുന്ന സമൂഹമായി നമുക്ക് മാറാനാവില്ലേ?
നിങ്ങൾ ഒരു പ്രാവശ്യം കുറച്ച് നോട്ടുള്ള സമൂഹ നിർമ്മിതിക്ക് തുടക്കമിട്ടാൽ നോട്ടില്ലാത്ത സമൂഹ നിർമ്മിതി അകലെയാവില്ല. ഇക്കാര്യത്തിൽ നിങ്ങളുടെ നേരിട്ടുള്ള സഹായം വേണം. നിങ്ങളുടെ സമയം വേണം. നിങ്ങളുടെ ദൃഢനിശ്ചയം വേണം. നിങ്ങൾ എന്നെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്നെനിക്ക് വിശ്വാസമുണ്ട്. കാരണം നാം ഭാരതത്തിലെ ദരിദ്രരുടെ ജീവിതം മാറ്റിമറിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നോട്ടില്ലാത്ത സമൂഹത്തിന്, ഡിജിറ്റൽ ബാങ്കിങ്ങിന്, അതല്ലെങ്കിൽ മൊബൈൽ ബാങ്കിങ്ങിന് ഇന്നെന്തെല്ലാം അവസരങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. എല്ലാ ബാങ്കുകളും ഓൺലൈൻ സൗകര്യം നൽകുന്നുണ്ട്. ഭാരതത്തിലെ എല്ലാ ബാങ്കുകൾക്കും മൊബൈൽ ആപ്പുകളുമുണ്ട്. എല്ലാ ബാങ്കുകൾക്കും സ്വന്തമായി വാലറ്റുണ്ട്. വാലറ്റ് എന്നാൽ അർത്ഥം ഇ പേഴ്സ് എന്നാണ്. പലതരത്തിലുള്ള കാർഡുകൾ ലഭ്യമാണ്. ജൻധൻ പദ്ധതിയുടെ ഭാഗമായി ഭാരതത്തിലെ കോടിക്കണക്കിന് ദരിദ്ര കുടുംബങ്ങളുടെ പക്കൽ രൂപേ കാർഡുണ്ട്. വളരെ കുറച്ചു മാത്രം ഉപയോഗിക്കപ്പെട്ടിരുന്ന രൂപേ കാർഡിന്റെ ഉപയോഗത്തിൽ 8-ാം തീയതിക്ക് ശേഷം 300 ഇരട്ടി വർധനവുണ്ടായി. മൊബൈൽ ഫോണിൽ പ്രീപെയ്ഡ് കാർഡ് ഉള്ളതുപോലെ ബാങ്കിൽ നിന്നും പണം ചെലവാക്കാൻ പ്രീപെയ്ഡ് കാർഡ് ലഭിക്കുന്നു. UPI എന്നത് കച്ചവടം നടത്താനുള്ള മറ്റൊരു വലിയ തലമാണ്. അതുപയോഗിച്ച് നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാം, പണം അയക്കാം, പണം വാങ്ങുകയുമാകാം. നിങ്ങൾ വാട്സാപ്പിൽ സന്ദേശം അയക്കുന്നത് പോലെ ലളിതമാണിത്. ഒന്നും പഠിച്ചിട്ടില്ലാത്തവർക്ക് പോലും ഇന്ന് വാട്സാപ്പ് ഉപയോഗിക്കാൻ അറിയാം, ഫോർവേഡ് ചെയ്യാൻ അറിയാം. ഇത്ര മാത്രമല്ല, ഇതിന് വലിയ സ്മാർട്ട് ഫോണൊന്നും ആവശ്യമില്ലാത്ത വിധം സാങ്കേതിക വിദ്യ ലളിതമായിക്കൊണ്ടിരിക്കുന്നു. സാധാരണയായുള്ള ഫോൺ ഉപയോഗിച്ചു പോലും പണം അയക്കാനാകും. അലക്കുകാരനാണെങ്കിലും, പച്ചക്കറി കച്ചവടം ചെയ്യുന്നയാളാണെങ്കിലും, പാൽ വിൽക്കുന്നയാളാണെങ്കിലും, പത്രം വിൽക്കുന്നയാളാണെങ്കിലും, കടല വിൽക്കുന്നയാളാണെങ്കിലും ഇത് സൗകര്യപൂർവ്വം ഉപയോഗിക്കാൻ കഴിയും. ഈ ഏർപ്പാടുകൾ കൂടുതൽ ലളിതമാക്കുന്ന കാര്യത്തിന് ഞാൻ ഊന്നൽ കൊടുക്കുകയുണ്ടായി. എല്ലാ ബാങ്കുകളും അതിന് ശ്രമിക്കുന്നു. ഇപ്പോൾ ഓൺലൈൻ സർചാർജിന്റെ പേരിലുള്ള ചെലവ് റദ്ദ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെയുള്ള മറ്റു ചെലവുകളും റദ്ദ് ചെയ്തതായി കഴിഞ്ഞ 2-4 ദിവസങ്ങളിലെ പത്രങ്ങളിൽ കണ്ടു കാണും. ഇതിലൂടെ നോട്ടില്ലാത്ത സമൂഹത്തിലേക്കുള്ള നീക്കത്തിന് ശക്തി പകരാനാണ് ശ്രമിക്കുന്നത്. എന്റെ യുവ സുഹൃത്തുക്കളെ, ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതൊന്നും അറിയാത്ത ഒരു വലിയ തലമുറയുണ്ട്. നിങ്ങളെല്ലാം ഈ മഹത്തായ കാര്യത്തിൽ പ്രവർത്തന നിരതരാണ് എന്നെനിക്ക് നന്നായി അറിയാം. വാട്സാപ്പിൽ നിങ്ങൾ നൽകുന്ന സൃഷ്ടിപരമായ സന്ദേശങ്ങൾ, മുദ്രാവാക്യങ്ങൾ, കവിതകൾ, ചെറുകഥകൾ, കാർട്ടൂണുകൾ, പുതിയ പുതിയ സങ്കല്പങ്ങൾ, കളിതമാശകൾ എല്ലാം ഞാൻ കാണുന്നുണ്ട്. എല്ലാ വെല്ലുവിളികൾക്കുമിടയിലും നമ്മുടെ യുവതലമുറയുടെ സൃഷ്ടിപരമായ കഴിവ് കണ്ടിട്ട് ഏതോ കാലത്ത് യുദ്ധഭൂമിയിൽ ഗീത ഉണ്ടായതുപോലെ ഇന്ന് വലിയ മാറ്റത്തിന്റെ കാലത്തിലൂടെ നാം കടന്നുപോകുമ്പോൾ നമ്മളുടെ ഉള്ളിലും സ്വന്തമായ സൃഷ്ടിപരമായ കഴിവ് പ്രകടമാകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ഇക്കാര്യത്തിൽ എനിക്ക് നിങ്ങളുടെ സഹായം വേണം. അതെ 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 ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് നിങ്ങളുടെ സഹായം വേണം. നിങ്ങൾ എൻ്റെ രാജ്യത്തിലെ കോടിക്കണക്കിന് യുവാക്കൾ ഈ കാര്യം ചെയ്യും എന്നെനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യൂ. നിങ്ങൾ നോട്ടില്ലാത്ത സമൂഹത്തിന്റെ ഭാഗമാകുമെന്ന് സ്വയം തീരുമാനിക്കൂ. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഓൺലൈൻ ചെലവുകൾ ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയെല്ലാം ലഭ്യമായിരിക്കും. ഇത്രമാത്രമല്ല, എല്ലാ ദിവസവും അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ എടുത്ത് കുറഞ്ഞത് 10 കുടുംബങ്ങളെ ഈ സാങ്കേതിക വിദ്യ എന്താണെന്ന്, ഈ സാങ്കേതിക വിദ്യ എങ്ങനെ ഉപയോഗിക്കണമെന്ന്, എങ്ങനെയാണ് ബാങ്കിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് പഠിപ്പിക്കൂ. സ്വന്തം അക്കൗണ്ടിൽ കിടക്കുന്ന പണം എങ്ങനെ ചെലവാകുന്നു, എങ്ങനെ കടക്കാരന് കൊടുക്കാം എന്ന് പഠിപ്പിക്കൂ. എങ്ങനെ കച്ചവടം നടത്താമെന്ന് കടക്കാരനെ പഠിപ്പിക്കൂ. നോട്ടില്ലാത്ത സമൂഹം നോട്ടുകളുടെ കോലാഹലത്തിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള മഹായാത്രയിൽ, നാടിനെ അഴിമതിയിൽ നിന്ന് മുക്തമാക്കാനുള്ള യാത്രയിൽ, കള്ളപ്പണത്തിൽ നിന്ന് മുക്തമാക്കാനുള്ള യാത്രയിൽ, ജനങ്ങളെ കഷ്ടപ്പാടുകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കാനുള്ള യാത്രയിൽ നിങ്ങൾ നേതൃത്വം നൽകണം. രൂപേ കാർഡ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഒരിക്കൽ ആളുകളെ പഠിപ്പിച്ചാൽ ദരിദ്രർ നിങ്ങളെ ആശീർവദിക്കും. സാധാരണ ജനങ്ങളെ ഇതെല്ലാം പഠിപ്പിച്ചാൽ അവർക്കൊരു പക്ഷേ എല്ലാ വേവലാതികളിൽ നിന്നും മോചനം ലഭിക്കും. ഈ കാര്യത്തിൽ ഭാരതത്തിലെ എല്ലാ യുവാക്കളും ഏർപ്പെട്ടാൽ ഇതിന് അധികം സമയം വേണ്ടിവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 1 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ലോകത്തിന്റെ മുന്നിൽ ഒരു പുതിയ ഭാരതത്തെ അവതരിപ്പിക്കാനാകും. ഇക്കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ചെയ്യാം. ദിവസേന 10 വീട്ടിൽ പോയി ചെയ്യാം. ദിവസേന 10 വീടുകളെ ഇതുമായി ബന്ധിപ്പിക്കാം. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. വരൂ. കേവലം പിന്തുണ മാത്രമല്ല, നമുക്ക് ഈ മാറ്റത്തിന്റെ സേനാനിയാകാം. മാറ്റം വരുത്തിയേ വിശ്രമിക്കാവൂ. രാജ്യത്തെ അഴിമതിയിൽ നിന്നും കള്ളപ്പണത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള ഈ യുദ്ധം
നാം മുന്നോട്ട് കൊണ്ടുപോകും. യുവാക്കൾ ആ രാജ്യത്തിന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച അനേകം രാജ്യങ്ങളുണ്ട് ഈ ലോകത്ത്. മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്, വിപ്ലവമുണ്ടാകുന്നത് യുവാക്കളാണെന്ന കാര്യം അംഗീകരിക്കേണ്ടി തന്നെ വരും. കെനിയ തീരുമാനിച്ചിറങ്ങി. MBESA എന്ന പേരിൽ മൊബൈൽ പദ്ധതിയുണ്ടാക്കി സാങ്കേതികവിദ്യ ഉപയോഗിച്ചു. M-Pesa എന്നതിന് പേരിട്ടു. ഇന്ന് ആഫ്രിക്കയിലെ കെനിയയിൽ എല്ലാ ബിസിനസ്സുകളും ഇതിലേക്ക് മാറാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ആ രാജ്യം ഒരു വിപ്ലവം തന്നെ നടത്തി. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ ഈ മുന്നേറ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും സർവകലാശാലകളിലും NCC, NSS എല്ലാം ഒരുമിച്ചും വേറിട്ടും ഈ കാര്യം ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. രാജ്യത്തിനായി നല്ലൊരു സേവനം ചെയ്യാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നു. ഈ അവസരം നഷ്ടപ്പെടുത്താൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ രാജ്യത്തെ ഒരു മഹാനായ കവി ശ്രീ ഹരിവംശറായ് ബച്ചൻജിയുടെ ജന്മവാർഷിക ദിനമാണിന്ന്. ഇന്ന് ഹരിവംശറായ് ബച്ചന്റെ ജന്മദിനത്തിൽ ശ്രീ അമിതാഭ് ബച്ചൻ സ്വച്ഛതാ അഭിയാന് ഒരു മുദ്രാവാക്യം നൽകിയിരിക്കുന്നു. നിങ്ങളത് കണ്ടിരിക്കും. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും സുപ്രസിദ്ധ കലാകാരനായ അമിതാഭ് സ്വച്ഛതാ അഭിയാൻ വളരെ ഹൃദയപൂർവ്വം മുന്നോട്ട് നയിക്കുന്നു. സ്വച്ഛതയെന്നത് അദ്ദേഹത്തിൻ്റെ അണുവിൽ വ്യാപിച്ചിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ജന്മവാർഷികത്തിനും അദ്ദേഹത്തിന് സ്വച്ഛതയുടെ കാര്യം ഓർമ്മ വന്നത്. ഹരിവംശറായ്ജിയുടെ ഒരു കവിതയുടെ വരി അദ്ദേഹം എഴുതിയിരിക്കുന്നു. മൺശരീരം, ഉല്ലാസം നിറഞ്ഞ മനസ്സ്, ക്ഷണിക ജീവിതം, അതാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ പുത്രൻ ശ്രീ അമിതാഭ് ജിയുടെ ഞരമ്പുകളിൽ സ്വച്ഛതാ മിഷൻ രക്തം പോലെ ഒഴുകുന്നു. ഹരിവംശറായ്ജിയുടെ കവിത ഉപയോഗിച്ച് അദ്ദേഹം എനിക്ക് എഴുതിയിരിക്കുന്നു: സ്വച്ഛമായ ശരീരം, സ്വച്ഛമായ മനസ്സ്, സ്വച്ഛമായ ഭാരതം, അതാണ് ഞാൻ. ഹരിവംശറായ്ജിയെ ആദരപൂർവ്വം ഞാൻ പ്രണമിക്കുന്നു. ശ്രീ അമിതാഭ് ബച്ചനോട് മൻ കി ബാത്തിൽ ഇങ്ങനെ പങ്കാളിയാകുന്നതിനും സ്വച്ഛതയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നന്ദി പ്രകടിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഇപ്പോൾ മൻ കി ബാത്തിലൂടെ നിങ്ങളുടെ ചിന്തകളുമായി, നിങ്ങളുടെ കാഴ്ചപ്പാടുമായി, നിങ്ങളുടെ കത്തുകളിലൂടെയും MyGov-യിലൂടെയും നരേന്ദ്രമോദി ആപ്പിലൂടെയും ഞാൻ നിരന്തരം ബന്ധപ്പെട്ടു പോരുന്നു. ഇപ്പോൾ 11 മണിക്കാണ് ഈ മൻ കി ബാത്ത് നടക്കുന്നത്. ഇനി പ്രാദേശിക ഭാഷകളിലും ഇത് കഴിഞ്ഞാൽ ഉടനെ കേൾക്കാം. പുതിയതായി അവർ അങ്ങനെയൊരു തുടക്കം കുറിക്കുന്നതിൽ ഞാൻ ആകാശവാണിയോട് കൃതജ്ഞനാണ്. ഹിന്ദി ഭാഷ പഠിച്ചിട്ടില്ലാത്ത ജനങ്ങൾക്കും ഇതുമായി ബന്ധപ്പെടുവാനുള്ള അവസരം കിട്ടുന്നു. നിങ്ങൾക്കേവർക്കും വളരെ വളരെ നന്ദി. മൻ കി